ദുര്യോധനൻ പറയുമ്പോൾ നമുക്കും തോന്നും ഇദ്ദേഹം പറയുന്നത് ശരിയാണ്, ഇദ്ദേഹം അധർമ്മം ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എൻ്റെ അച്ഛന് കിട്ടേണ്ടിയിരുന്ന രാജ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ന്യായമല്ലേ? പാണ്ഡവന് കിട്ടേണ്ടിയിരുന്നതല്ലല്ലോ. കണ്ണിന് ചെറിയ ഒരു വൈകല്യം സംഭവിച്ചു, കണ്ണിന് മാത്രം. ശരീരത്തിലെ മറ്റവയവങ്ങൾക്കൊന്നും ഒരു കുഴപ്പവുമില്ല. ഭീമൻ്റെ ബലം തന്നെ ഉണ്ട് ആർക്ക്? ധൃതരാഷ്ട്രർക്ക്. 10,000 ആനയുടെ ബലമാണെന്നാണ്. 1000 ആയാലും പോരായ്മയൊന്നുമില്ല, വെറുതെ ഒരാനയുടെ ബലമായാലും മതി. അത്ര ബലശാലിയായിരുന്നു ധൃതരാഷ്ട്രർ. കണ്ണിന് മാത്രം കാഴ്ചയില്ല. അപ്പോൾ എൻ്റെ അച്ഛന് പരമ്പരാഗതമായിട്ട് എൻ്റെ അച്ഛന് കിട്ടേണ്ടുന്ന രാജ്യമാണ്. അച്ഛന് അസുഖമുള്ളതിനാൽ, കാഴ്ചയ്ക്ക് കുറവുള്ളതിനാൽ, അല്ലെങ്കിൽ ആന്ധ്യമുള്ളതിനാൽ തൽക്കാലത്തേക്ക് പാണ്ഡുവിന് കിട്ടി. അപ്പോൾ ധൃതരാഷ്ട്രർക്ക് എല്ലാത്തിനും കഴിവുള്ള മകൻ ജനിക്കുമ്പോൾ അത് ആർക്ക് വരണം? വീണ്ടും അത് വീണ്ടും ധൃതരാഷ്ട്രം മൂത്തപുത്രന് വരണം. അല്ലാതെ പാണ്ഡുവിൻ്റെ മൂത്തപുത്രനല്ല പോകേണ്ടത്. പാണ്ഡുവിന് രാജ്യത്തിൻ്റെ അവകാശം കിട്ടിയത് താൽക്കാലികമായിട്ടായിരുന്നു, അല്ല സ്ഥിരമായിട്ടല്ല. അപ്പോൾ മൂത്തപുത്രൻ്റെ മകൻ അവകാശിയായി വരുമ്പോൾ അത് മൂത്തപുത്രൻ്റെ മകന് കൊടുക്കുകയാണ് വേണ്ടത്, അല്ലാതെ പാണ്ഡുവിൻ്റെ ഇളയ പുത്രൻ്റെ മൂത്തവന് കൊടുക്കുകയല്ല വേണ്ടത് എന്നതാണ് ദുര്യോധനൻ്റെ വാദം. ഈ വാദം സാധാരണഗതിയിൽ സമ്മതിച്ച് കൊടുക്കാതിരിക്കുമോ? സാധാരണഗതിയിൽ സമ്മതിച്ച് കൊടുക്കും. അതുകൊണ്ട് അദ്ദേഹം അധർമ്മമൊന്നും ചെയ്യുന്നില്ല. പിന്നത്തേത്, പാണ്ഡുവിന് മക്കളില്ലല്ലോ. ഏത് മക്കളുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? പാണ്ഡുവിന് മക്കളുണ്ടെങ്കിൽ പറയുന്നത് ശരിയാണ്. അവർ പാണ്ഡവന്മാരെന്ന് പറയുകയും ചെയ്യുന്നു. ധർമ്മപുത്രരോട് ഹൂ ഈസ് യുവർ ഫാദർ എന്ന് ചോദിച്ചാൽ സംഗതി കുഴപ്പമായി. അപ്പോൾ അത് ധർമ്മദേവനാണ് ഫാദർ. താഴ്ന്ന ക്ലാസ്സിൽ ടീച്ചർ ചോദ്യം ചോദിക്കും ഹൂ ഈസ് യുവർ ഫാദർ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയേണ്ടി വരും? മൈ ഫാദർ ഈസ് പാണ്ഡു എന്ന് പറയാൻ ഒക്കില്ല. മൈ ഫാദർ ഈസ് വേറെ എങ്ങാണ്ടുണ്ടായിരുന്ന ഒരാൾ എന്ന് പറയാൻ ഒക്കുള്ളൂ. സ്ഥലത്തുള്ള ആളുമല്ല, ആളുകളാരും കണ്ടിട്ടുമില്ല ഈ ആളിനെ. ഈ ധർമ്മദേവനെ ആര് കണ്ടിരിക്കുന്നു? കാലനെ ആര് കണ്ടിരിക്കുന്നു? കാലനെ കണ്ടവരാരുമില്ല. അങ്ങനെ ലോകത്തിൽ കാണാനില്ലാത്ത ഒരാളുടെ പേരാണ് പറയുന്നത്. ഇതൊക്കെ ദുര്യോധനൻ സന്ദർഭം പോലെ പറയുന്നു, പരിഹസിച്ച് പറയുന്നുണ്ടതെല്ലാം. ധർമ്മപുത്രരോട് തന്നെ പറയും, നേരിട്ട് അദ്ദേഹം ഇതല്ല. ഇതൊന്നും പറയരുതാത്ത വിധത്തിൽ പ്രഭാവമുള്ളവനാണ് കൃഷ്ണൻ എന്ന് ദുര്യോധനൻ അറിയാം. കൃഷ്ണൻ്റെ ശക്തിയൊക്കെ നല്ല നിശ്ചയമുണ്ട് ദുര്യോധനന്. എന്നാലും കൃഷ്ണനെയും വകവയ്ക്കുന്നില്ല അദ്ദേഹം. ഭീഷ്മർ താണു തൊഴുന്ന കൃഷ്ണനാണ്. എന്ത് വേണമെങ്കിലും തന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് തൻ്റെ ജീവനും ശരീരവും ഭീഷ്മർ കൃഷ്ണന് സമർപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ആ കൃഷ്ണനോടാണ് പറയുന്നത് എന്ത് അവകാശം ഇവർക്ക് എന്ന്. വെറുതെ ഒരു കൺപോളെ അടച്ച് നശിപ്പിച്ച് കളയാവുന്നതേ ഉള്ളൂ ഈ ദുര്യോധനൻ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം. അത് ദുര്യോധനൻ അറിയാൻ വയ്യായികയില്ല, ദുര്യോധനൻ അതറിയാം. എന്നാലും വകവയ്ക്കുന്നില്ല. പാണ്ഡവ സുഹൃത്തായ കൃഷ്ണനെ ഒരു കാരണവശാലും എൻ്റെ ജീവൻ പോയാലും ഞാൻ വകവയ്ക്കുകയില്ല എന്ന് പറയുന്ന ദുശാഠ്യത്തിൻ്റെ നിത്യമൂർത്തിയാണ് ദുര്യോധനൻ. അങ്ങനെ ഒരു ദുശാഠ്യം പാടുണ്ടോ മനുഷ്യന്? അങ്ങനെ ഒരു ദുശാഠ്യം പാടുണ്ടായി ആരുടെ കാര്യത്തിൽ? ദുര്യോധനൻ്റെ കാര്യത്തിൽ. ഇതാണ് തപസ്, ഇതാണ് തമസ് സ്വഭാവം. അപ്പോൾ അദ്ദേഹം വാദിക്കുന്നതും അദ്ദേഹത്തിൻ്റെ വാദത്തിൻ്റെ പോയിൻറ്റുകളും വാദത്തിൻ്റെ ബിന്ദുക്കളും അംഗീകരിച്ച് കൊടുക്കാൻ ഭൂരിപക്ഷം ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 11 അക്ഷൗണിപ്പട അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരന്നത്. പാണ്ഡവരുടെ ഭാഗത്ത് 7 അക്ഷൗണിപ്പടയെ അണിനിരന്നുള്ളൂ. അപ്പോൾ ഭൂരിഭാഗം ആളുകളുടെയും മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. അത് മറച്ചു വച്ചിട്ടില്ല വ്യാസൻ. പിന്നെ അത് പൂർണ്ണമായും ധാർമ്മികമാണോ, നൈതികമാണോ, നൈയായികമാണോ എന്നതാണ് പ്രശ്നം. അത് പ്രശ്നമാണ് താൻ. അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് വ്യാസൻ ധനിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു വാദം വരണമെന്ന് വ്യാസൻ ആഗ്രഹിച്ചിരുന്നു. എന്താണ് വ്യാസൻ്റെ ഉദ്ദേശം? വ്യാസൻ്റെ ഉദ്ദേശ്യം എൻ്റെ കൃതിയെ ആസ്പദമാക്കി ധർമാധർമ്മ നിർണയത്തിനുള്ള ഏതാണ്ട് ധർമ്മം ഏതാണ് എന്ന് നിശ്ചയിക്കാൻ വയ്യാത്ത വിധത്തിൽ ധർമ്മത്തിൻ്റെ വഴി അത്രയ്ക്ക് നിഗൂഢമാണ്. അതുകൊണ്ട് അത് എപ്പോഴും പുനഃചർവണയ്ക്ക്, പുനഃചർച്ചയ്ക്ക്, പുനഃചിന്തനത്തിന് കാലാകാലങ്ങളിൽ വിധേയമായിക്കൊണ്ടിരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതുകൊണ്ട് ധർമ്മം നിർണയിക്കാൻ വയ്യാത്ത ഒരു ധാർമ്മിക പ്രതിസന്ധി തൻ്റെ കൃതിയുടെ ആത്മാവായി നിക്ഷേപിച്ചു വ്യാസൻ. ധർമാധർമ്മങ്ങൾ നിശ്ചയിക്കാൻ ഒക്കില്ല, ധർമാധർമ്മങ്ങൾ നിശ്ചയിക്കാൻ ഒക്കുകയില്ല എന്നാണ് അദ്ദേഹം ധനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ധർമാധർമ്മങ്ങൾ ചില വ്യക്തികൾക്ക് നിശ്ചയിക്കാൻ സാധിക്കും. ധർമാധർമ്മങ്ങൾ നിശ്ചയിക്കാൻ സാധിക്കാത്തതാണ് എന്ന് അപ്പോഴും മനുഷ്യൻ സ്മരിക്കുകയും വേണം. ഇങ്ങനെ ധർമ്മം ഏതാണ് അധർമ്മം ഏതാണ് എന്ന് നിശ്ചയിക്കരുത് മനുഷ്യൻ എന്ന
ഒരു പതനത്തിൽ, ധാർമ്മികമായ ഒരു പതനത്തിൽ, ധാർമ്മികമായ ആ നിർണീതത്വത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോയി കഥയെ ചാടിക്കുകയാണ് വ്യാസൻ. ഒരു ദാർശനികമായ ഗർത്തത്തിലേക്ക് കൊണ്ടുചെന്ന് ചാടിക്കുകയാണ്. ഇയാൾക്കാണോ രാജ്യം കിട്ടേണ്ടത്? മറ്റേയാൾക്കാണോ രാജ്യം കിട്ടുന്നത്? ദുര്യോധനാണോ രാജ്യം കിട്ടേണ്ടത്? ദുര്യോധനാണോ അർഹത? ധർമ്മപുത്രർക്കാണോ അർഹത? പിന്നെ എവിടെ എങ്ങനെ ധർമ്മം നിർണ്ണയിക്കും? സാമാന്യ ജനങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ധർമ്മപുത്രർ രാജാവായാൽ മതിയെന്ന്. അപ്പോൾ നിർണയം വന്നു. ഈ രാജാക്കന്മാർ അവരുടെ സൈന്യവും കൊണ്ട് ഭൂരിഭാഗം ആളുകളും ആരുടെ ഭാഗത്ത് ചേർന്നു? ദുര്യോധനൻ്റെ ഭാഗത്ത് ചേർന്നു എന്നേ ഉള്ളൂ. ജനം എന്ന് പറയുന്ന പ്രജാഗരിത മനസ്സോടുകൂടിയ ഉണർന്നിരിക്കുന്ന ഒരു ജനമുണ്ടായിരുന്നു അന്ന്. ഉണർന്നിരിക്കുന്ന ഒരു പ്രജാസഞ്ചയമുണ്ടായിരുന്നു. ജനാധിപത്യത്തിൽ നമ്മുടെ ആളുകൾ വോട്ട് ചെയ്ത് വെച്ച് കിടന്ന് നിത്യമായ ഉറക്കമാണ്, നിത്യ സുഷുപ്തിയിൽ ആണ്ട് കിടക്കുകയാണ് ഈ ജനാധിപത്യത്തിലെ ഭരണഘടനാപരമായ അവകാശമുള്ള ജനസഞ്ചയം. അവരങ്ങനെയല്ല. അപ്പോൾ ഇത് രാജാവ് അറിയും. അവർ കുളക്കടവിലും കുളിക്കുന്നിടത്തും തമ്മിൽ കൂടുന്നിടത്തും ആഭരണങ്ങളിലും, ആഭരണം എന്ന് വെച്ചാൽ ചന്ത, ആഭരണങ്ങളിലുമെല്ലാം അവർ ധർമ്മപുത്രരെ എന്തുകൊണ്ട് ഈ ധൃതരാഷ്ട്ര മഹാരാജാവ് രാജാവാക്കുന്നില്ല? അപ്പോൾ ജനങ്ങളുടെ ആനുകൂല്യം ധർമ്മപുത്രർക്കുണ്ടായിരുന്നു. ജനങ്ങളുടെ ആനുകൂല്യമുണ്ടെങ്കിൽ പിന്നെ ധർമ്മത്തെക്കുറിച്ച് സംശയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ധർമാധർമ്മ നിർണയം സുസാധമായ ഒരു ധൈഷണികമായ വ്യാപാരമല്ല എന്ന് സ്ഥാപിക്കാനാണ് ഈ വിധത്തിൽ കഥ സംവിധാനം ചെയ്തത്. കഥ ഉണ്ടാക്കിയത് വ്യാസനായതുകൊണ്ട് ഈ കഥ ഏത് വിധത്തിലും സംവിധാനം ചെയ്യാനുള്ള രചനാപരമായ സർഗപരമായ പൂർണ്ണ സ്വാതന്ത്ര്യം വ്യാസനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇങ്ങനെ കഥ സംവിധാനം ചെയ്തതിൻ്റെ പിന്നിൽ ഈ ഒരു ഉദ്ദേശ്യമുണ്ട്. ധർമാധർമ്മ നിർണയം ആളുകൾ വിചാരിക്കുന്നത് പോലെ ധൈഷണികമായ ഒരു സുതാര്യതയുള്ള പ്രവൃത്തിയല്ല, സുതാര്യതയുള്ള ഒരു വ്യാപാരമല്ല ധർമാധർമ്മ നിർണയം എന്ന് ധ്വനിപ്പിക്കാൻ വേണ്ടിയാണ് കഥയെ ഇങ്ങനെ സംവിധാനം ചെയ്തത്.